ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മളെ ഗ്രാനീൻ്റെ പാർട്ട് 2 ആണ്. ഇതെന്താണ് ഗൈസ്, ഇവിടെ മൊത്തം രക്തക്കറിയാണല്ലോ. ഞാൻ എന്തോ ഓണാക്കിയിരിക്കുന്നു, അതോ സംഭവം നൈറ്റർ മാൻ ഓണാക്കിക്കുന്നു തന്നെ. സെൻസിറ്റിവിറ്റി കൂട്ടിയൊക്കെ എന്തായാലും നമുക്ക് എന്നിട്ടൊന്നും കുറവില്ലല്ലോ. സെൻസിറ്റിവിറ്റി വേറെ തന്നെ. പ്ലേ വീഡിയോ കാണുന്ന 100-ൽ പകുതി ആക്കാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു സപ്പോർട്ടിലുണ്ട്, ഒരു സുഖമില്ല ഗൈസ്. എന്തോ സബ്സ്ക്രൈബിൽ ചെയ്യുന്നുള്ളൂ, ഒന്നും ആയിപ്പോന്നില്ലല്ലോ ഗൈസ്. ഒരു സബ്സ്ക്രൈബല്ലേ ചെയ്തേക്ക് ഗൈസ്, ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്ക്. ഒരു സപ്പോർട്ട് കിട്ടുമോ എന്നൊരു നല്ല അടിപൊളി സുഖമാണ്. തിരികെയല്ല സുഖം എന്താണ് ഗൈസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ, അതൊന്നും ചെയ്യണേ പ്ലീസ്. ഇവിടെ എന്ത് ചെയ്ത് ലീവ് ദ ഹൗസ്. എന്തായാലും നമ്മൾ ലീവ് ചെയ്യാൻ പോകണം ഈ ഹൗസിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിയിൽ 5 പ്രാവശ്യമായി അമ്മൂമ്മ വന്ന് നമ്മളെ തട്ടി. ഇപ്രാവശ്യം നമ്മൾ അമ്മൂമ്മനെ തട്ടാൻ പോകുന്നു, അത്ര തന്നെ. ഒരൊച്ച ഉണ്ടാക്കരുത്, ഒച്ച ഉണ്ടാക്കിയാൽ വരൂ, ഉറപ്പാണ് ഗൈസ്. ഒച്ച കേട്ട അവിടെ ഈ ഗ്രാനി ഉണ്ടാവും. ഗ്രാനി അതന്നെ അമ്മൂമ്മ. ഇന്ന് നമ്മൾ അമ്മൂമ്മൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്യണം, എന്തും ചെയ്യണം. നമുക്കൊന്നും തിന്നിക്കില്ല കേട്ടോ. ഞാൻ വെറുതെ 2 അലമാരയൊക്കെ വിളിച്ചത് എന്തോട് വരുന്നു. അതായത് അമ്മൂമ്മ വരുമോന്നൊക്കെ. എന്നാലും താഴെ പോവാ. താഴെ ആദ്യമൊക്കെ തുറന്നടിച്ചിരിക്കുന്നു. അപ്പം താഴെ തന്നെ ആയിക്കുണ്ടാവുക. നമ്മക്കെന്ത് പേടി, നമ്മൾ താഴെ പോവുക. കയറുന്നു ഗീസ്. ഇത് കളിക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു ഇതാണ്, പേടി വരും. എന്ന സംഭവം അത് അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ മോന്തം കാണാതെ നമുക്ക് തിരികുമോ. പക്ഷെ നമുക്ക് അടുത്തേക്ക് വരുമ്പോൾ പൊട്ടാണെങ്കിൽ വരുമോ, അന്ന് നമുക്ക് നല്ല പേടിക്കും. അതായത് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി ടക്ക് 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 ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ 2ാമത്തെ രാത്രിയാണിത്. 2ാമത്തെ രാത്രിയെങ്കിലും നമുക്ക് എന്തെങ്കിലും പുതുതായി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 2ാമത്തെ രാത്രി എന്നാ ഇവിടെ സെൻസിറ്റി അത്ര മതിയില്ലേ. ഇങ്ങനെ കണ്ട് താഴൊക്കെ പായാം. നേരത്തെ ഓപ്പണാക്കി വെച്ചല്ലേ. ഓടി നമുക്ക് പേടിയില്ല. പിന്നെ ഓളെ എന്നെ കൊല്ലു. 2ാമത് പിന്നെ ഞാൻ ഫസ്റ്റ് കളിക്കേണ്ടി വരും. അതിൽ നല്ലതല്ല കേസ് ആദ്യം ഓടുന്നത്. ഇവിടെ ഒരു കരിഞ്ഞൊരു കാറുണ്ട്. എന്തുവാ സംഭവം? കാറൊക്കെ ഇനി രക്ഷപ്പെടാനാണ് പറയുന്നത്. ഇവിടെ വിളിച്ചിട്ട് കേസ് നമുക്ക് ഇവിടെ വിളിച്ചിട്ടാണോ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്തുവാ ഒരു സ്പീക്കർ പോലെ എന്തോ സാധനം ഉണ്ട് കേട്ടോ. ഇതെന്തുവാ വീൽക്ക് റാങ്ക് എന്തോട്ടോ സാധനം. കാറിൻ്റെ ആയിരിക്കും. നമുക്ക് കാറിനുണ്ടോ എവിടെയും വെക്കേണ്ട സാധനം ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഓള് വരുന്നില്ല, അമ്മൂമ്മനെ കാണുന്നില്ല. അതുകൊണ്ട് മെല്ലെ പുറത്തേക്ക് ചെയ്യുക. അമ്മൂമ്മ ഇവിടെ ഇല്ല, ഉറപ്പിച്ച് മെല്ലെ പുറത്തേക്ക് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഐ ക്യാൻ നോട്ട് സ്റ്റാർട്ട് ദ കാരിയറ്റ്. എന്നെ കൊണ്ടാകുന്നില്ല സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ഇപ്പോൾ പറഞ്ഞത് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത് മുമ്പത്ത് ഇത് തുറക്കാൻ കേട്ടോ. ഞാൻ കുറേ ഷോർട്സിലൊക്കെ കാണുന്നുണ്ട് ഇത് തുറന്നിട്ട് കാറിൽ കൂടെ ഒന്നും രക്ഷപ്പെടാനുള്ളത്. ഷോർട്സിലൊക്കെ കാണാനുണ്ട്. പിന്നെ ചില എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരെ വീഡിയോ സോളോ വൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ നല്ല രസമാണ് വീഡിയോ ആണ്. ഓലയിൽ ഗ്യാനി കളിക്കുന്നുണ്ട്. 3 4 5 പാർട്ടുണ്ട്. നല്ല കോമഡിയാണ് ആ വീഡിയോ ആണ്, നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഇതെന്തുവാ ഇത് എവിടെയും വെക്കാൻ പറ്റുന്നില്ല കേസ്. ഇത് വേണ്ട അതൊക്കെ പണ്ടാക്ക്. ഇവിടെ ഗണ്ണിൻ്റെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഫ്ലോ ചാർട്ട് പോലത്തെ സാധനം. ഇതൊന്ന് അമ്മോ എന്തോ സാധനം ഒന്നും മനസ്സിലാവുന്നില്ല കേസ്. ഇതിൻ്റെയൊക്കെ എന്തുവാണ് മീനിങ്സ് എന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് തുറക്കാൻ പറ്റുമോ ഗസ്? ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഗ്രാനി അമ്മൂമ്മ വരുന്നുണ്ട്. ഓടിക്കോ മേലേക്ക് ഓടിക്കോ. സ്റ്റെപ്പ് ഉപയോഗിക്കില്ല, ജസ്റ്റ് മിസ്സാണ് ഗസ്. അല്ലെങ്കിൽ ഗ്രാനി അമ്മൂമ്മ എന്തായാലും നമുക്ക് തട്ടേണ്ടി ഉറപ്പാ. ഒന്നൊക്കെ ഇതെന്തുവാണ്, എനിക്ക് മേലേക്ക് പോകാനാവുന്നില്ല. എന്തായാലും നമുക്കൊന്ന് അപ്പം നമ്മളെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. ഫസ്റ്റിനോട് വിളിക്കേണ്ടി വരും. ഇനി നമുക്ക് ഏകദേശം 2 ദിവസം കൂടിയാന്ന് തോന്നുള്ളൂ.
2 ദിവസം കൂടിയാണ് നമ്മൾ ഇന്ന് ഡേ 3. ഇനി നമുക്ക് 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളൂ. നമുക്കൊന്ന് ചാനൽ തുടങ്ങിക്കാളുള്ളൂ. അന്ന് തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് ദിവസമായി. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. വല്ലാത്ത ഇതാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, സപ്പോർട്ട് ചെയ്യ്. ചില ഷോർട്സിനൊക്കെ കാണാം 1 മില്യൺ വ്യൂസ്. ആരെല്ലാം കാണുമ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ഇത് ഇവിടെ കിടക്കുന്നു അതവിടെ കിടക്കുന്നു നോക്കുമ്പോൾ ഈ വീഡിയോ ഒന്നും ഞാൻ വീഴുന്നത് വരെ 500 മേലെ പോയിക്കില്ലാന്ന് തോന്നുന്നു. അത്ര നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് പോലും കുറച്ചാണുള്ളൂ. നിങ്ങളോട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാനൽ ഒരു ഇതെല്ലാക്കി എടുക്കണ്ടേ. അപ്പോൾ അതെല്ലാം ഗെയിമിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണോ വേറെ ആരും. അപ്പോൾ അതാ വന്ന് കേൾക്ക് തോന്നിക്ക വരുന്നു. ഒച്ചപ്പാടുണ്ട്. ഗ്രാനി ഉണ്ട്. ഓക്കെ, അത് നമ്മളെ പഠിത്ത ഇതെല്ലാം കഞ്ചി വേറായോ. ആ വടിയും കണ്ട് 3 എണ്ണടി പടി കിട്ടി. 2 അടി കിട്ടിയപ്പോൾ അല്ലേ. ഇന്ന് മാത്രം രാത്രിയല്ലേ. ആ കെണിയിൽ നമ്മളൊന്നും പെടൂല, ഉറപ്പാണ്. നമ്മൾ കെണി പെടരുത്. പെട്ടിക്കിണ്ട ഏടിയാ കെണി ഇടുന്നത് നമ്മൾ. ഗ്യാനി ഏടിയാണ് കെണി ഇടുന്നത്. ഇത് ഞാൻ ഇപ്പം നമ്മളെ കീന്നെടുത്താണെ കെണിയിട്ടെങ്കിൽ നമ്മൾ ചവിട്ടേ. ഇപ്പം ഏതോ സ്ഥലത്ത് കൊണ്ടിട്ട് ഇപ്പം നമ്മൾ തുറന്നേക്കാം. അല്ലെങ്കിൽ സ്ഥലം എൻ്റെ മൈൻ്റെ വയ്യ പോകാൻ നല്ല സുഖമല്ലേ. കേസ് അപ്പോൾ 3ാമത്തെ രാത്രിയും നന്നായി തന്നെ തോറ്റുപോയിട്ടുണ്ട്. 4ാമത്തെ രാത്രി എന്താണെന്ന് പറഞ്ഞോളൂ. ഇതെന്താ എസ്കേപ്പ് ചെയ്യുന്ന വഴി ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. 4ാം താമസത്തേക്ക് തന്നെ നമ്മളെ മുഖത്തൊക്കെ അടിച്ചടിച്ച് കാരണം നമുക്ക് 3 അടിയൊന്നുമില്ലേ. ആ 3 അടി കൊണ്ട് നെറ്റി പൊട്ടി, നെറ്റി വന്ന് ചോരയൊക്കെ നമ്മളെ കണ്ണിലൊക്കെ ആയി. നമ്മളെ കണ്ണല്ലേ ഇവിടെ അതായത് ഊഹം കാണിച്ചു തരുന്നത് തോന്നുന്നു. അങ്ങനെയല്ലേ തോന്നുന്നു. അപ്പോൾ നമ്മളെ മൊത്തം കണ്ണ് ചോരയായി ഓടിക്കോ. ഇവിടെ എവിടെയെങ്കിലും ഒരു തോക്കുണ്ട് കേട്ടോ. നമ്മളൊരു ഷോർട്സ് കണ്ടിരിക്കും ഒരു തോക്ക്. ആ തോക്കിൻ്റെ ഫ്ലോച്ചായിട്ട് നമ്മൾ കണ്ടിക്കില്ലേ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ എവിടെയെങ്കിലും തോക്കുണ്ടാവും. അത് നമ്മൾ അടിപൊളി സെറ്റാക്കി കാണുന്നു. ഇവിടെ ഉണ്ട് ഇതെന്താ നന്നായിക്കി. അപ്പോൾ 5ാമത്തെ രാത്രിയും 4ാമത്തെ രാത്രി ഇത് ലാസ്റ്റ് ഡേ ആണ്. അപ്പം 4ാമത്തെ രാത്രിയും പോയി. ഇന്നതിന് ലാസ്റ്റ് ഡേ ആണെന്ന് പറയുന്നത്. ഗെയ്സ് ഇത് റിപ്പീറ്റ് തന്നെ കളിച്ചിട്ട് ഒരുമാതിരി ജയിക്കുന്നില്ല. ജയിക്കാനുള്ള എന്താ വഴി അറിയാമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ ഗെയ്സ്. ഇതെങ്ങനെ ജയിക്കുക എന്തെങ്കിലും ഇത് ക്ലൂ വന്നാൽ മതി എനിക്ക്. അതിനെ പിടിച്ച് ഞാൻ എന്തെങ്ങനെ ഇവിടെ കാർബേറ്റ് കിട്ടി. എനിക്ക് തോന്നുന്നു കാറ് കയറിയിട്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ. അന്ന് കാർ കയറുമ്പോൾ അത് തുറക്കുമായിരിക്കും ചിലപ്പോൾ. മുമ്പത്തെ ഷട്ടർ പോലത്തെ സാധനം കാർബേറ്റ് റെഡി ഒക്കെ ഉണ്ട്. എവിടെയാണ് ഒക്കെ ഉണ്ട് ഇല്ലേ, ഇവിടെ ഇല്ലേ. ഇത് എൻജിൻ പാട്ടാൽ. അപ്പോൾ എൻജിനും കണ്ടുപിടിക്കണം ഞാൻ തന്നെ. സ്പെയർ പ്ലഗ് ഇത് വേറെതാ. ഇതെന്നാ ഇവിടെയാണ് ഗേസ്. അപ്പോൾ നമുക്ക് എവിടെ വെക്കേണ്ട സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗേസ് ഇത് ലാസ്റ്റ് ഡേയ്സ് വണ്ടി ചേട്ടാൻ വേണ്ടി നോക്കാം. ഞാനത് പൊട്ടണല്ലേ എൻജിൻ ഇല്ലാത്ത വണ്ടി ചേട്ടാൻ നോക്കുന്നത്. എൻജിൻ ഇല്ലാന്ന് തന്നെ ഇല്ലാടെ പറഞ്ഞേ. എനിക്ക് കൃത്യമായിട്ട് നോക്കിയാൽ ഇവിടെ എന്താ സ്വിച്ചൊക്കെ കാണണ്ടല്ലോ. എന്താ സ്വിച്ച് എന്താ ഓൺ ഓഫിലാണുള്ളത്. ഒന്ന് ഓണാക്കിയിട്ടേക്ക് എന്നാൽ ഇതിനോട് കയറി തരിക. ഗേസ് സ്മോക്ക് മൊത്തം പുകയാണ്. സ്പീക്കറല്ലേ കേട്ടോ, സ്മോക്കിൻ്റെ മിഷനാണെന്ന് തോന്നുന്ന സംഭവം. അപ്പോൾ ഇത് ഗ്രാനി വരുമ്പോൾ ഉപയോഗിക്കുന്നില്ലേ. ഗ്രാനി വരുമ്പോൾ ഉപയോഗിച്ചിട്ടില്ലേ നമ്മളെ കാണാണ്ടിരിക്കുമോ. അല്ലാണ്ട് വെറുതെ ഉപയോഗിച്ചിരുന്ന കാര്യമല്ലേ. അപ്പോൾ ഇവിടെ അവിടെ മഞ്ഞൊക്കെ ഇങ്ങനെ വന്നും പോയും കളിക്കുന്നുണ്ട് ഗേസ്. അപ്പോൾ ഗേസ് ഇവിടെ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് എസ്കേപ്പാണ് നമുക്കിവിടെ പ്രധാനമായും ചെയ്യേണ്ടത്. അതായത് വീട്ടിൽ നമ്മളിൽ എസ്കേപ്പ് ചെയ്യണം. പക്ഷെ ഇതെങ്ങനെയാണെന്നും കൂടി ഇവിടെ ഒരു ക്ലൂ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ദ ബേബീനി എല്ലാം കളിക്കാനാണ് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ബാക്കി നമ്മൾ കളിക്കുന്നത് കേട്ടോ, ഉറപ്പാണ്. ദ ബേബിയിലല്ലോ നമുക്ക് അന്നത്തെ ബാക്കി കളിക്കാം കേട്ടോ. നിങ്ങൾ പറ കമൻറ്റ് ചെയ്യ് അത് വേണോ വേണ്ടി വന്ന്. പിന്നെ എല്ലാവരും എത്രാം പ്രാവശ്യം പറഞ്ഞ കാരണം ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ എന്തോ പെയിൻറ്റിങ് പീസ് മിസ്സിങ് ആണ്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ് പീസ് കണ്ടുപിടിക്കണം അല്ലേ.
പെയിൻറ്റിങ് പീസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായാലും കണ്ടുപിടിച്ചേക്കാം. ഇവിടെ എന്തുണ്ടോ? ഇവിടെ ഒന്നും കിട്ടുന്നില്ല കേസ്. ഇതൊരുമാതിരി ആയിപ്പോയി. എന്തായാലും മേലെ ഇവിടെ എന്താ ചെക്കായിപ്പോയി. ഞാൻ വെച്ച് ചെക്കായിപ്പോയിന്. അപ്പോൾ കേസ് മേലേക്ക് പോകാം. വേറെ ഇവിടെ ഒന്നും പണിയില്ല. അപ്പോൾ മേലേക്ക് പോകാം. അപ്പോൾ കേസ് നമുക്ക് എന്തായാലും മേലെ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേ ആണ്. പക്ഷേ ലാസ്റ്റ് ഡേയിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിഞ്ഞൂടാ. ലാസ്റ്റ് ഡേ ആയാണെന്ന് തോന്നുന്നു. തട്ടിത്തെറിപ്പിച്ച് ഓടിക്കോ. എന്തായാലും ഗ്രാനി വരും. ഗ്രാനീൻ്റെ ഇതിലുള്ള ഇതെല്ലാം കൊള്ളു കേട്ടോ. സൗണ്ട് എഫക്റ്റ് ഇതെല്ലാം നല്ല രസമുണ്ട്. കണ്ടിക്ക് എന്താ ഞാൻ എന്താണെന്ന് അറിയാതെ നിന്ന് വെച്ചിരിക്കുന്നത് ട്രാപ്പ് കൊടുക്കുന്നുണ്ട് കേസ്. അവിടെ എന്തോ ഇതായിട്ടും വെച്ചിക്ക് കെണി വെച്ചിക്ക്. അതിൽ ആ സുഖത്തിലാണ് വീണിക്ക്. അങ്ങനെ ഏതോ ലോകത്തെ കളിച്ചു തുടങ്ങുമ്പോൾ സുഖത്തിലല്ല വീണിക്ക്. 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെള്ള കടി കിട്ടും. നേരെ നമ്മളെ കുയി പോയി വെക്കും. പിന്നെ ഇതാ ഇവിടെ വരും. ഇവിടെ എവിടെയോ ഇവിടെ വരാൻ പറ്റും. നമുക്ക് നോക്കണം കേട്ടോ. ഇതൊരു സ്ഥലം നോക്കി വെച്ചോ ഗൈസ്. നൈസിൽ നമ്മളെ കെണി പിടിച്ചാണ് ഇതായത്. ഇപ്പോൾ അതാ കൈ അങ്ങോട്ട് ഓങ്ങും. നമ്മളത് കണ്ടിക്ക്. ഇനി നമ്മൾ കൈ മേലോട്ട് ഓങ്ങും. കിട്ടി. മെല്ലെ തകവേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ ബൈ.